ധനുഷ് തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ട് വൃദ്ധ ദമ്പതികൾ സമർപ്പിച്ച പരാതിയിന്മേലുള്ള തെളിവെടുപ്പിനായി നടൻ കോടതിയിൽ ഹാജരായി. തിരിച്ചറിയൽ അടയാളങ്ങളുടെ പരിശോധനയ്ക്കായി അമ്മ വിജയലക്ഷ്മിക്കൊപ്പമാണ് താരം കോടതിയിലെത്തിയത്. വിവരങ്ങളുമായി ധന്യ വിശ്വം ചേർന്നുണ്ട് തത്സമയം. ധന്യ, വിശദാംശങ്ങൾ. സൗമ്യ, ഹർജിയിൽ പറയുന്ന മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന് മുന്നിലാണ് ധനുഷ് നേരിട്ട് ഹാജരായിരിക്കുന്നത്. മധുര ജില്ലയിലെ മേലൂരിനടുത്തുള്ള മാലംപട്ടിയിലുള്ള കതിരേശൻ മീനാക്ഷി ദമ്പതികൾ ധനുഷ് തങ്ങളുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ അവകാശങ്ങളുമായി എത്തിയിരുന്നു. അവരുടെ ഹർജിയിൽ പറഞ്ഞിരുന്ന ശാരീരിക അടയാളങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനാണ് കോടതി വിളിപ്പിച്ചത്. മാർച്ച് 2-ന് കേസ് വീണ്ടും പരിഗണിക്കും. പക്ഷേ ഇക്കാര്യത്തിൽ ധനുഷിന് എതിരഭിപ്രായമാണ്. താൻ ഇവരുടെ മകനല്ല, വെങ്കടേഷ് പ്രഭു എന്നാണ് എൻ്റെ പേര്, കസ്തൂരി രാജയുടെയും വിജയലക്ഷ്മിയുടെയും മകനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഡോക്യുമെന്റ്സ് ധനുഷ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ ധനുഷിന്റെ അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന കതിരേശൻ മീനാക്ഷി ദമ്പതികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, അടയാളങ്ങൾ അടങ്ങുന്ന ധനുഷിന്റെ ഐഡന്റിഫിക്കേഷൻ മാർക്സ് അടങ്ങുന്ന സർട്ടിഫിക്കറ്റുകൾ സ്കൂളിലെ അധ്യാപകരുടെയും കൂടെ പഠിച്ച സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും പിന്തുണയോടെ തന്നെ ഹൈക്കോടതിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിനുശേഷം DNA ടെസ്റ്റിന് പോലും തയ്യാറാണെന്നുള്ള രീതിയിൽ ധനുഷിന്റെ മാതാപിതാക്കൾ എന്ന് അവകാശപ്പെടുന്ന ഇവർ പറഞ്ഞിരുന്നു. ഇവർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, ഇവർക്ക് പ്രായമായി, അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് 65,000 രൂപ എല്ലാ മാസവും ധനുഷ് ഇവർക്ക് എത്തിച്ചു കൊടുക്കണം, സഹായിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ ആദ്യമേ ഹർജിയിലെത്തിയത്. എന്നാൽ ധനുഷ് അത് നിഷേധിച്ചതിനാലാണ് ഇത്രയും ഡോക്യുമെന്റ്സ് ഹാജരാക്കുകയും കൂടാതെ ധനുഷിനെ കോടതിയിൽ വരെ എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നാണ് മാതാപിതാക്കളെന്ന് അവകാശപ്പെടുന്ന കതിരേശനും മീനാക്ഷി ദമ്പതികൾ പറയുന്നത്. തീർച്ചയായും ഒരുപക്ഷെ ധന്യ, അതുതന്നെയാണ് ഒരു വലിയ വിഷയം ഇതിലുള്ളത്. ഈ വിധത്തിൽ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിഞ്ഞു. സ്വാഭാവികമായും ഇതിന്റെ നിയമവശങ്ങളിലേക്ക് കടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി ഉള്ള നടപടികൾ എങ്ങനെയാണ്? ഇവർ നിലവിൽ ഈ ഒരു അടയാള പരിശോധന, അതിനുശേഷമുള്ള ഇവർ അവകാശപ്പെടുന്ന കാര്യങ്ങൾ, അതിന്മേലൊക്കെ എങ്ങനെയായിരിക്കും നിയമപരമായ നീക്കങ്ങൾ? ഈ മധുര സ്വദേശിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. നിയമപരമായി ഇവർ മധുര ബെഞ്ചിന് മുന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഹർജിയിൽ പറയുന്ന ഈ ശാരീരിക അടയാളങ്ങളായിരുന്നു കോടതി നേരത്തെ വിളിച്ചപ്പോൾ ആവശ്യപ്പെട്ട തെളിവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഹാജരാക്കിയ സ്കൂൾ TC സർട്ടിഫിക്കറ്റിൽ ധനുഷിന് 2 അടയാളങ്ങൾ പാരന്റ്സ് ഈ പറഞ്ഞിരിക്കുന്ന കതിരേശനും മീനാക്ഷിയും ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ്സിൽ ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ധനുഷിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു അതേ സർട്ടിഫിക്കറ്റ്, സ്കൂളിൽ നിന്നും പാസ് ഔട്ട് ആയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല. ഫോട്ടോസ്റ്റാറ്റ്, അതിന്റെ സെറോക്സ് കോപ്പി മാത്രമാണ് കോടതിയിൽ കൊടുത്തത്. പക്ഷേ ആ കോപ്പിയിൽ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖകളും ഉണ്ടായിരുന്നില്ല. ആ കോളം പോലും ഇല്ലാത്ത ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയതെന്ന് കോടതിയും ധനുഷിനെ അറിയിച്ചു. ഒറിജിനൽ അടുത്ത ഹിയറിംഗിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് നേരത്തെ പിരിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് അമ്മയോടൊപ്പം കോടതിയിലെത്തി പരിശോധനകളെല്ലാം, ശരീര അടയാളങ്ങളെല്ലാം പരിശോധിക്കുന്നതിനാണ് എത്തിയത്. എങ്കിൽ മാർച്ച് 2-ലേക്ക് കേസ് വീണ്ടും പരിഗണിക്കുന്നതിനാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ധന്യാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാടൻ ധനുഷ് കോടതിയിൽ ഹാജരായി. വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ മകനാണ് എന്ന് കേസ് കൊടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ധനുഷ് കോടതിയിൽ ഹാജരായത്.